എനിക്ക് വേറെ ഉണ്ട്, എനിക്ക് 2 ഉണ്ട്. ഇത് ഞാൻ കിടക്കുന്ന റൂമല്ലേ. അപ്പം ഞാൻ എന്താ പറയുക, ഞാനുണ്ടല്ലോ ഒരിക്കൽ പോലും എന്താ പറയുക, ദൈവമേ ഞാനൊരു പ്രവാസിയാവും, ഞാൻ ബെഹറിലെത്തും, ഞാൻ ദുബായിലെത്തും, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യേണ്ടി വരുന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. സത്യം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തോന്നില്ല, കാരണം ഞാനൊരു മിണ്ടാമ്പൂച്ചിയാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈവിൽ കാണുന്ന പോലെ എന്താ പറയുക, ഞാൻ ഈ ലൈവിൽ കാണുന്ന പോലത്തെ ഒരു വ്യക്തിയും അല്ല. സൈലന്റാ, ആരോടും മിണ്ടില്ല. മിണ്ടിയ തന്നെ 5 അടി 10 അടി നീങ്ങി സംസാരിക്കും. നേരിട്ട് കണ്ടാൽ ഞാൻ ഭയങ്കര നാണം കുടുങ്ങിയാ. പറഞ്ഞാലും വിശ്വസിക്കുമോ? ഞാൻ ദൂരെ നിന്ന് സംസാരിക്കാം. 8 അടി 3 അടി 4-5 അടി നീങ്ങുന്ന അകലം വെച്ചിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കുള്ളൂ. സത്യം ചെയ്യാറ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഈ റൈസിക്ക എന്നെ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഈ റൂമിലാണ് വന്നേക്കുന്നത് എന്നെ കാണാൻ. എനിക്കറിയാം, ഇത് വിവിയേട്ടനോട് ചോദിച്ചറിയാം. ഞാൻ അകലം മാറി നിന്ന് എടാ നീ വിശ്വസിക്കില്ല, ആരും അതിന് വിശ്വസിക്കില്ല. സത്യം അതാണ്. ഞാൻ വിവിയാൻ്റെ കൂടെ ഡെയിലി മന്ത്ലി പുള്ളിയുടെ കൂടെ പോകുന്ന ഹോട്ടലില്. എന്നിട്ട് പോലും ഞങ്ങൾ അത്ര അടുപ്പായിട്ട് പോലും ഞങ്ങൾ ഒരുമിച്ച് കട്ടിലിരുന്ന് അടുത്തടുത്ത് വർത്തമാനം പറഞ്ഞിട്ടില്ല. അറിയാം നിങ്ങക്ക്, ഇത്രയും ബന്ധമായിട്ട് പോലും ഞാൻ അകലം പാലിച്ച നിൽക്കുക. എന്നിട്ട് എനിക്ക് ചില നേരം ഞാനിങ്ങനെ കിടന്നിങ്ങനെ വിഷമിക്കും. പോയി നോക്ക്, ഇതേ വിജയാണോ എന്ന് സംശയിക്കും. അതെ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് ദൈവമേ എനിക്ക് മാത്രം എന്തിങ്ങനെ അത്രയും പൊട്ടയായിട്ട് നടന്ന സ്ത്രീകൾ പോലും ഇന്ന് നല്ല ഭർത്താക്കന്മാരെ ഭാര്യയായിട്ട് ജീവിക്കുന്നു. നന്നായിട്ട് നടന്ന സ്ത്രീക്ക് ഈ ഒരു ഗതികേടും. സീരിയസ്ലി ഞാൻ ചിന്തിക്കും ചെയ്യാറു, ഏതവൻ്റെ കൂടെ കിടന്ന ഒരു സ്ത്രീ അവർക്ക് രണ്ടാമത് നല്ല ലൈഫും കിട്ടി. എങ്ങനെ നടന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഭാര്യയുടെ ഭർത്താവായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. നല്ല രീതിക്ക് നടന്നവരുടെ ഗതികേട് ഇത്. സത്യം. അന്ന് ആ മയറിൻ്റെ കൂടെ ഒളിച്ചോടാതിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ അങ്ങനെയാണ് മുത്തേ. സത്യമാണ് കേട്ടോ. നമ്മൾ പൊട്ടയായിട്ട് നടക്കുന്നവർക്ക് നല്ല ജീവിതം കിട്ടും, നല്ല ലൈഫ് കിട്ടും. അന്ന് അവര് എങ്ങനെ കണ്ണിക്കണ്ണൻ്റെ കൂടെ നടന്നത് അവർക്ക് നല്ല ലൈഫാ. പക്ഷെ നമ്മൾ ഒരാളുടെ കൂടെ കിടക്കാണ്ട് ഇരിക്കാണ്ട് അതുകൊണ്ട് നടന്നു നോക്കിയേ നമുക്ക് കിട്ടണത് വേറൊരു വഴിയായിരിക്കും. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സാഹചര്യം അതാണ്. ഞാൻ എത്ര നല്ലവളായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാനൊന്നും ഇങ്ങനത്തെ ഒരാളേ അല്ലായിരുന്നു. ഞാനിപ്പോൾ ഏകദേശം എനിക്ക് 24 വയസ്സിലാണ് 24 വയസ്സിലാണ് ഞാൻ ഈ ജോലി ചെയ്യേണ്ട സാഹചര്യം എനിക്ക് വന്നത്. 24. ഇപ്പം എനിക്ക് 32 വയസ്സായി. 24 വയസ്സ് വരെ ഞാൻ എങ്ങനെയായിരുന്നു എനിക്കറിയാം. 17 വയസ്സ് വരെ ഞാൻ എങ്ങനെയാണെന്ന് പറയാം. 17 വയസ്സിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. സത്യം, സീരിയസ്ലി ഞാൻ നുണ പറയല്ല. ചടോ, എനിക്കിതിനിടെ നുണ പറയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങോട്ട് പറഞ്ഞല്ലോ, സാഹചര്യം എല്ലാവർക്കും ഒരു ഞാൻ പറയണത്, ഞാൻ 17 വയസ്സിൽ എടുത്തോണ്ട് ഒളിച്ചോടി. 22 വയസ്സ് വരെ അവൻ്റെ ജീവോടെ ജീവിച്ചോളാം. 24 വയസ്സിൽ പ്രവാസി. ഞാൻ 24 വയസ്സായതിനു ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ജീവിതം അനുഭവിച്ചത്. അതുവരെ പിന്നെ എല്ലാത്ത സാഹചര്യമല്ലേ. ഞാൻ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എനിക്ക് ഈ ജോബ് ചെയ്യേണ്ടി വരും, ഞാൻ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് പണിക്ക് നിൽക്കേണ്ടി വരും, അല്ല ഇങ്ങനത്തെ ഒരു പ്രവാസിയായിട്ട് മാറേണ്ടി വരുമെന്ന്. ഞാനൊക്കെ എൻ്റെ ദൈവമേ, അന്ന് എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ പറഞ്ഞതാണ്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം നമുക്ക് കല്യാണം ആലോചിക്കാം എന്ന്. ഞാൻ ആ ഡോക്ടറിൻ്റെ ഭാര്യ ആവണ്ട ഞാൻ ഒളിച്ചോടിപ്പോയത്. അന്ന് നശിച്ച് എൻ്റെ ജീവിതം ഗതികേട്. പിന്നെ എല്ലാവർക്കും തലവര ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എങ്ങനെ ബിജി? ഇപ്പൊ ഓക്കെ ചേട്ടാ, കാലങ്ങൾ മാറും. ഇപ്പൊ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നാൾ എനിക്ക് നല്ലൊരു കാലം വരും. സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. കാശിന് കാശ് തന്നെ വേണ്ടേ.
എനിക്കിപ്പോൾ സങ്കടമൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറുന്നൊരു ദിവസം ഉണ്ട് കേട്ടോ. ആ എപ്പോഴും നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതുകൊണ്ട് നടക്കുമോ? ഒരു കാലം ദൈവം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലേ? ഒരു കാലം നമ്മളിങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഒരു കാലം നമുക്കുണ്ടല്ലോ ദൈവം മാറ്റി വയ്ക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിപ്പോൾ 1 വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പം നമുക്കൊരു തലവര ഉണ്ടാവും, ദൈവം വിധിച്ചിട്ടുണ്ടാവും. അത് ആ സമയമാകുമ്പം നമുക്ക് നടക്കും. ചിലപ്പോൾ ഇനി വരുന്ന കാലത്തായിരിക്കും എനിക്ക് നല്ല ജീവിതം കിട്ടുന്നത്. മനസ്സിലായോ? ഡ്യൂട്ടി ഫ്രീ എടുക്കും വിജി, എല്ലാം മാറി പറയട്ടെ. എനിക്ക് ലോട്ടറിയിലൊന്നും വിശ്വാസം. നല്ല ജോലി ചെയ്താൽ എല്ലാം വരും. ഇപ്പൊ മൈനപ്പോടോ എൻ്റെ ജോലിയെ കുറിച്ച് പറയേണ്ടത്. എടോ എനിക്കറിയാം എന്നെ നോക്കാൻ. ഓക്കെ, എനിക്കിത്തിരി കുറ്റബോധമൊന്നുമില്ല. ഓക്കെ, കുറ്റബോധം എന്നൊരു കാര്യമില്ല. നമ്മൾ കുറ്റബോധം നോക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം നോക്കും? ചിലർ പറയും ഞാൻ നിന്നെ നോക്കാന്നൊക്കെ പറയും. കൂടി വന്ന് 2-3 മാസം, 4 മാസം, 5 മാസം വരെ നോക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞ് അവർക്കും മടുക്കൂടോ, സ്വാഭാവികം. അത് നമുക്ക് എല്ലാവരും പറയും ഞാൻ നിന്നെ നോക്കാം, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കൂടെ നിൽക്കുന്നൊരു വാക്കുകൾ ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ജീവിതകാലം മുഴുവനും ഒരാളെ ചതിക്കാണ്ടും വഞ്ചിക്കാണ്ടും ഒരാളെ മുതിക്കാണ്ടും നമ്മൾ ഒരുത്തന്നെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നെത്താണ്ട് അവരുടെ ലൈഫിലേക്ക് ഒരു കോട്ടോ സംഭവിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് ട്ടാ. ഓക്കെ അല്ലേ അവിനിസക്ക? നമ്മളൊരിക്കലും ഒരു അവരുടെ ഫാമിലിക്ക് കോട്ടം സംഭവിക്കാത്ത വിധത്തിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കാലത്തും അത് തെറ്റിപ്പോകത്തില്ല. കാരണം അത് നമ്മുടെ കൂടെ അവരുണ്ടോ. കാരണം അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഒരു തരത്തിലും. ഉപദ്രവിച്ചാൽ അവർ നമ്മുടെ കൂടെ നിൽക്കില്ല. അവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളൊരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല. ഓക്കെ, അവരുടെ ലൈഫ് നമ്മൾ കണ്ടില്ല എന്നടിക്കുക, നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളത് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ജീവിതകാലം നമ്മൾ ദുബായിൽ നിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാവും അവരത്. മനസ്സിലായോ? നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് കയറി ഒരാളെ പറ്റിക്കുക, ഒരുത്തനെ വഞ്ചിക്കുക, ഒരുത്തനെ മുതലെടുക്കുക, ഒരുത്തനെ പണം ആഗ്രഹിക്കുക, നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളായിട്ട് നടക്കും. ഓക്കെ, സുഖം. അല്ലാണ്ട് ഈ ചില ആൾക്കാർ പറയും ഞാൻ നോക്കാം, അങ്ങനെ നോക്കാം. അതൊക്കെ വെറും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അവരൊക്കെ 2, 4, 5 മാസം കഴിയുമ്പോൾ അവരൊക്കെ ഇട്ടിട്ട് പോകൂടോ. അവർക്ക് വേറെ പെണ്ണുങ്ങൾ കിട്ടും. ഇതിന് നമുക്ക് പെണ്ണുങ്ങളല്ലേ ഇഷ്ടംപോലെ. ഒന്നാമത് സോഷ്യൽ മീഡിയയാണ്. ഒരാളെ നമ്പണ്ട, പക്ഷെ എന്നെ നമ്പാം. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ കൂടെ മാത്രമേ ഞാൻ നിൽക്കില്ല. എനിക്ക് എവിടെയെങ്കിലും ഒരു ചതി പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബന്ധത്തിലേക്ക് പോവില്ല. അതല്ലേ റിയാസ് ദുബായ് എത്ര വർഷമായി? 5 വർഷമായി. ഞാൻ എന്തെല്ലാം അവനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവൻ എന്നെ വിട്ടുപോകണില്ല? കാരണം അവൻ എന്തുകൊണ്ട് എന്നെ വിട്ടുപോകാത്തെ? ഞാൻ ഒരു തരത്തിൽ അവനെ മുതലെടുത്തിട്ടില്ല. ഒരു തരത്തിലും ഞാൻ അവനൊന്നും ചൂഷണം ചെയ്യുകയോ അവനെ ഒന്നും ചെയ്തിട്ടില്ല. ചില പെണ്ണുങ്ങളുണ്ട്, നാളെ താരാദാസ പറഞ്ഞെ, ചില പെണ്ണുങ്ങളൊക്കെ ഒരുത്തന്മാരെ ഒരു ബോയ് ഫ്രണ്ട് കൂടെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ ഒരു പുരുഷന്റെ കൂടെ എവിടെയെങ്കിലും നൈറ്റ് പറക്കാൻ പോകുമ്പോഴൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളെ മയക്കി കെടുത്തി ഫോട്ടോസൊക്കെ എടുക്കും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. സോ ഇങ്ങനെ നടക്കുന്ന പരിപാടി ഉണ്ട്. കാരണം ഒരു കാശുകാരൻ്റെ കൂടെ അവൾ പോയി, അവൻ നല്ല കാശുകാരനാണ്, നല്ലതാണ് എന്നൊക്കെ അറിയുമ്പം ഏത് പെണ്ണുമായാലും അവൻ്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു സെൽഫി, ഒരു ഫോട്ടോ, എന്തെങ്കിലും ഒരു ഇതെടുക്കും പെണ്ണ്. പക്ഷെ എൻ്റെ ഫോണിലുണ്ടോ, ഞാൻ ഫോണേ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം എന്തിനാ അങ്ങനെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ പണം തട്ടിയെടുക്കുക? ഞാൻ നിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും, നീ എനിക്ക് ഇത്രയും പൈസ ഞാൻ നിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും, നിൻ്റെ ജീവിതം ഞാൻ കലക്കും. നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് കിട്ടേണ്ട സ്നേഹം സ്വന്തം ഭാര്യയ്ക്ക് പോകുമ്പോഴും ചിലർക്ക് ടെൻഷനും പേടിയും കാണും. എൻ്റെ കാമുകനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ അവൻ എന്നും ഉള്ളതാണ്, അവന് അങ്ങനെ ഇനി ഭാര്യയ്ക്ക് സുഖം കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്.
അവരൊക്കെയാണ് ഈ ആണുങ്ങളുടെ ഫോട്ടോയും ആണുങ്ങളെ മയക്കി കെടുത്തി ആണുങ്ങളുടെ കൂടെ നെറ്റ്വർക്കിന് പോയിട്ട് അവരുടെ നഗ്നചിത്രങ്ങൾ എടുത്ത് ഫോട്ടോ വയ്ക്കും. ചിലപ്പോൾ അവൻ പോലും അറിയുന്നുണ്ടാവില്ല അവൻ്റെ ഫോട്ടോ ഇവിടെ കയ്യിലുള്ള കാര്യം. ചില സമയമാകുമ്പോൾ അവൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവൾ ആ ഫോട്ടോ അവൻ്റെ ഫാമിലിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവൾക്ക് അവരെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നമ്മൾ ഒരുത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവനെ കിട്ടുമോ? കിട്ടില്ല, വാശിയാവുള്ളൂ. മനസ്സിലായോ? ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെ പോയിട്ടുണ്ടായിട്ട് എന്നെ നേരിട്ട് ഒരാളും കുറ്റം പറയില്ലല്ലോ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ മറ്റുള്ള കുടുംബത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആണുങ്ങളെ കിട്ടണം, നമുക്ക് ഇഷ്ടമുള്ള ആണുങ്ങളെ കിട്ടും. എന്നിട്ട് പോലും എനിക്ക് ദൈവം ഈ ജോലി വന്നുള്ളൂ. ഇങ്ങനെയൊക്കെ എൻ്റെ നല്ല മനസ്സുണ്ടായിട്ട് ഈ ദൈവം എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഇത്രോ ഗതികെട്ടൊരു ജോലി വന്നത്. മക്കളെ അല്ല അതൊക്കെ എനിക്കറിയാം. അപ്പം ഇതാണ് ലോകം. അന്ന് തന്നെ ഞാൻ കണ്ടില്ല, ഒരു നൈറ്റ് വർക്കിന് പോയിട്ട് ഞാൻ അവിടെ റൂമിൽ ലൈവ് ഇട്ടപ്പോൾ അവ കുളിക്കുക. എനിക്ക് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിച്ചു തരാം. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾ അങ്ങനെയല്ല. ചില പെണ്ണുങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പെണ്ണാണ്. ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് എന്തെങ്കിലും ഒരു വാക്കോ വഴക്കോ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവള് സോഷ്യൽ മീഡിയയിൽ അലക്കുകയാണ്. ഇതാണ് അവന്നും പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആറും.